ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു നദീ ഉത്സവമാണ് മാഘമക മഹോത്സവം. പിന്നെ കേരളത്തിന്റെ ഒരു കുംഭമേള തന്നെയാണ്. ഒട്ടും പുറകിലല്ല, ഒട്ടും കുറവല്ല. ഭാരതപ്പുഴ ഒഴുകുന്ന ആ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് ത്രിമൂർത്തി സംഗമ ഭൂമിയാണ്. പണ്ട് തൊട്ട് തന്നെ ഭാരതപ്പുഴയിൽ സപ്ത നദികളും സമ്മേളിക്കുന്ന ഒരു സമയമായി കണക്കാക്കിയിട്ട് ആ സമയത്ത് ഭാരതപ്പുഴയെ പൂജിച്ചിരുന്ന ഒരു സമയമാണ്. ഏത് ദിവസം വന്നിട്ട് ഭാരതപ്പുഴയെ കുളിച്ചാലും അതിനൊരു പ്രാധാന്യമുണ്ട്. ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് നടുവിലായിട്ട് ത്രികോണാകൃതിയിലാണ് അവിടെ ഈ സ്നാനഘട്ടം വരുന്നത്. ഗയാശ്രാദ്ധത്തിന് തത്തുല്യമായിട്ടുള്ള പ്രാധാന്യം ഈ ത്രിവേണി സ്നാനഘട്ടത്തിന് ഗരുഡൻ ഈ അമൃതകുംഭവുമായിട്ട് സാഗരത്തിന് മുകളിൽ പറക്കുന്ന സമയത്ത് 3 സ്ഥലങ്ങളിൽ ഈ അമൃതം തുളുമ്പി വീണു എന്നാണ്. ആ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ കുംഭമേള ആചരിച്ചു വരുന്നത്. ചിദാനന്ദപുരി സ്വാമിയുടെ അദ്വൈതാശ്രമമാവട്ടെ, അമൃതാനന്ദമയി ദേവിയുടെ അമൃത മഠമാവട്ടെ, കേരളത്തിൽ തന്നെയുള്ള എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സന്യാസി സംഗമം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ, അതായത് ഏതാണ്ട് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ്, വലിയ ഉത്സവമായിട്ടാണ്. ശങ്കുജി നമസ്തേ. അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ശങ്കുജി, കുംഭമേള, മഹാകുംഭമേള എന്ന് കേൾക്കുമ്പോൾ ഭാരത സംസ്കാരം അല്ലെങ്കിൽ എത്രയോ പടവുകളിലേക്ക് ഉയർന്നു പോയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 660 മില്യൺ ആൾക്കാരാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് കേൾക്കുന്നു കേരളത്തിലും കുംഭമേള വരുന്നു എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു കമേഴ്ഷ്യലാണോ, അല്ലെങ്കിൽ ശരിക്കും കുംഭമേളയ്ക്കുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്ഥലം കേരളം തന്നെയാണ്? പക്ഷേ ഇത് മുൻപ് ഇതുവരെയും കേട്ടിട്ടില്ല, കേരളത്തിലെ കുംഭമേള എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശം, ഒന്ന് പറയാമോ? നമുക്ക് കുംഭമേള എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു നദീ ഉത്സവമായിട്ടുള്ള മാഘമക മഹോത്സവത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ്. നോക്കൂ, കേരളത്തിന്റെ കുംഭമേള എന്ന് പറയുന്നത് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി നടന്നു വരുന്ന മാഘമക മഹോത്സവം. അത് ഭാരതപ്പുഴയുടെ ഉത്സവമാണ്. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു നദീ ഉത്സവമാണ് മാഘമക മഹോത്സവം. അതാണ് പിന്നീട് മാമാങ്കം എന്ന പേരിലൊക്കെ പ്രസിദ്ധമായത്. ആ ഉത്സവത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുംഭമേളയ്ക്ക് സമാനമാണ് എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ അത് കുംഭമേളയാണെന്നുള്ള അർത്ഥത്തിലല്ല. കുംഭമേളയുടെ ഐതിഹ്യം നമുക്കറിയാം. അത് പാലാഴി മഥനവുമായി, സാഗരമന്ഥനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉത്സവമാണ്. പാലാഴിയിലെ പാൽക്കടൽ കടഞ്ഞ് അമൃതം എടുക്കാൻ നോക്കിയിട്ടുള്ള അവസരത്തിൽ ഗരുഡൻ അമൃതകുംഭവുമായി പറന്നു. ദേവാസുരന്മാരിൽ നിന്ന്, ആ യുദ്ധത്തിൽ നിന്ന് അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ ഈ അമൃതകുംഭവുമായിട്ട് സാഗരത്തിന് മുകളിൽ പറക്കുന്ന സമയത്ത് 3 സ്ഥലങ്ങളിൽ ഈ അമൃതം തുളുമ്പി വീണു എന്നാണ് ഈ കുംഭത്തിൽ നിന്ന്. ആ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ കുംഭമേള ആചരിച്ചു വരുന്നത്. ഒന്ന് പ്രയാഗിലാണ്, നാഷിക്കിൽ, ഉജ്ജയിനിൽ, അതേപോലെ തന്നെ ഹരിദ്വാറിൽ. ഈ 4 സ്ഥലങ്ങളിലാണ് നമ്മൾ കുംഭമേള നടക്കാറുള്ളത്. ഇവിടെ തന്നെ അർദ്ധകുംഭം, പൂർണ്ണകുംഭം എന്നുള്ള അർത്ഥത്തിൽ 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭവും 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണകുംഭവും, അങ്ങനെ 12 വർഷം കൂടുമ്പോൾ 144 വർഷം കൂടുമ്പോൾ മഹാകുംഭവും. ഈ കൊല്ലം നടന്നത് മഹാകുംഭമാണ്. ആ രീതിയിൽ ഈ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് കുംഭമേള നടക്കാറുള്ളത്. എന്നാൽ ഈ കുംഭമേളയിൽ എന്താണോ ഗംഗ, യമുന, സരസ്വതി നദിയിൽ സ്നാനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പുണ്യം, ആ പുണ്യത്തിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത, അത്രത്തോളം തന്നെ പുണ്യമായിട്ടുള്ളൊരു നദീ ഉത്സവമാണ് ഈ മാമാങ്ക സമയത്ത് അല്ലെങ്കിൽ മാഘമകത്തിന്റെ സമയത്ത് ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ പരശുരാമ നിർമ്മിതമായിട്ടുള്ള ഭൂമിയാണ്. സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ നിർമ്മിച്ചെടുത്തിട്ടുള്ള പരശുരാമ ക്ഷേത്രം, ഭാർഗവ ക്ഷേത്രം എന്നൊക്കെയാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ എത്രയോ പുണ്യമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ എന്ന് വിളിക്കുന്നത്. ഭാരതത്തിന്റെ മുഴുവൻ പുണ്യത്തെയും വഹിക്കുന്നു എന്നതുകൊണ്ടാണ് നിളാനദി പിന്നീട് ഭാരതപ്പുഴ എന്ന പേരിൽ തന്നെ പ്രസിദ്ധമായത്. അപ്പൊ ആ നദിയുടെ ഉത്സവമായിട്ടാണ് മാഘമഹോത്സവം നടക്കുന്നത്. അത് മാഘത്തിലെ മകം എന്നതാണ് മാഘമകം. അതാണ് പിന്നീട് ലോപിച്ച് മാമാങ്കമായി മാറിയത്. ഈ മാഘമകത്തിന്റെ ഉത്സവം നടക്കുന്ന സമയത്താണ് അത്ര കേരളത്തിന്റെ രക്ഷാപുരുഷനെ അവരോധിച്ചിരുന്ന ചടങ്ങ് നടന്നിരുന്നത്. അങ്ങനെയാണ് പുഴാനുസരണം കേരളത്തിന് പുറത്തു നിന്ന് പെരുമാൾമാരെ കൊണ്ടുവന്ന് അവർ കേരളത്തിന്റെ രക്ഷാപുരുഷന്മാരായിട്ട് അവരോധിക്കുന്ന ചടങ്ങൊക്കെ നടന്നത്. ഒരു ഘട്ടത്തിൽ ഇത് വള്ളുവക്കോനാതിരി ഇത് പിടിച്ചെടുക്കുന്നു. പിന്നീട് വള്ളുവക്കോനാതിരിയിൽ നിന്ന് കോഴിക്കോട് സാമൂതിരി ഇത് പിടിച്ചെടുക്കുകയും അദ്ദേഹം 12 വർഷം കഴിഞ്ഞിട്ടും ഈ സ്ഥാനം വിട്ടുകൊടുക്കാതെ നിലപാട് തറയിൽ വന്നു നിന്നുകൊണ്ട് വാളുയർത്തിയിട്ട് എന്നെ തോൽപ്പിക്കുന്നവർക്ക് ഈ സ്ഥാനം ഏറ്റെടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തോൽപ്പിച്ച ആ സ്ഥാനം പിടിച്ചെടുക്കാൻ വള്ളുവക്കോനാതിരി പടയാളികളെ, ചാവേർ പടയാളികളെ അയക്കുകയും അങ്ങനെ മാമാങ്കം എന്ന പേരിൽ അത് പിന്നീട് പ്രസിദ്ധമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഉത്സവത്തിന്റെ പ്രത്യേകത, അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ സമയത്ത് ഭാരതപ്പുഴയിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളും സമ്മേളിക്കുന്നു എന്നതാണ്. ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും കാവേരിയും, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും ഗുരു, അങ്ങനെയുള്ള 7 നദികളും ആ സമയത്ത് ഭാരതപ്പുഴയിൽ മേളിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാരതപ്പുഴയിൽ സ്നാനം നടത്തുന്നത്, ഭാരതപ്പുഴയെ ആരാധിക്കുന്നത്,
നമ്മൾ ഗംഗാരതി കണ്ടിട്ടുണ്ട്. വാരാണസിയിലൊക്കെ നടക്കുന്ന ഗംഗാ നദിയെ പൂജിക്കുന്നതാണ്. അതേ ഭാവത്തിൽ ഭാരതപ്പുഴയെ ആ സമയത്ത് പൂജിക്കുന്നത് എല്ലാ പുണ്യനദികളെയും പൂജിക്കുന്നതിന് തുല്യമാണ്. ജന്മാർജിതമായിട്ടുള്ള ജന്മജന്മങ്ങൾ കൊണ്ട് ആർജിതമായിട്ടുള്ള എല്ലാ പാപങ്ങളും ആ സമയത്തുള്ള നദീസ്നാനം കൊണ്ട് ഇല്ലാതെ ആവുന്നു. ആ സമയത്ത് ഭാരതപ്പുഴയിൽ സ്നാനം നടത്തുകയും അവിടെ ആരതി ഒഴിയുകയും അവിടെയുള്ള ചടങ്ങുകളിൽ ആ മണൽത്തിട്ടയ്ക്ക് പോലും പ്രാധാന്യമുണ്ട്. ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തതിന് അത്രയും വിശേഷമുണ്ടെന്ന് നമ്മൾ ചേരകാല സാഹിത്യം മുതൽക്കുള്ള കൃതികളിൽ തന്നെ ഈ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ നദീ ഉത്സവത്തിന്റെ വിശേഷം പറയുന്നുണ്ട്. പിന്നീട് അത് പിൽക്കാലത്ത് ഇല്ലാതായി പോയി. ഈ പറയുന്നത് പോലെ മാമാങ്ക കാലഘട്ടത്തിൽ പരസ്പരം പോരാട്ടത്തിന്റെ ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ആ മാമാങ്കം നിർത്തലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 2016 മുതൽക്കാണ് ഈ ഭാരതപ്പുഴയുടെ ഈ ഉത്സവത്തെ തിരിച്ചെടുക്കുക, അതിനെ വീണ്ടെടുക്കുക എന്ന അർത്ഥത്തിൽ തിരുനാവായ കേന്ദ്രീകരിച്ചുകൊണ്ട്, തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ആ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് ത്രിമൂർത്തി സംഗമ ഭൂമിയാണ്. ആ ഒരു കരയിൽ ഇപ്പുറത്ത് നാവാമുകുന്ദൻ, അപ്പുറത്ത് ശിവക്ഷേത്രം, ഇപ്പുറത്ത് ബ്രഹ്മാവിന്റെ ക്ഷേത്രം. ബ്രഹ്മാവിന്റെ ക്ഷേത്രം വളരെ അപൂർവമായിട്ട് ഇന്ത്യയിലുള്ളൂ. ബ്രഹ്മാവിന് ആരാധനയില്ല എന്നാണ്. പുഷ്കറിലാണ്, രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഒരു ബ്രഹ്മക്ഷേത്രം ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഒരു ബ്രഹ്മക്ഷേത്രം ഉള്ളത് ഈ തിരുനാവായയുടെ അപ്പുറത്തെ കരയിൽ മാത്രമാണ്. അപ്പോ ഈ ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് നടുവിലായിട്ട് ത്രികോണാകൃതിയിലാണ് അവിടെ ഈ സ്നാനഘട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തി സംഗമ ഭൂമിയാണ്. അതുകൊണ്ടാണ് തിരുനാവായയിലെ കർമ്മം ചെയ്യുന്നതിന് അത്രയും പ്രാധാന്യമുള്ളത്. വേറെ എവിടെ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ദേവതയുടെ സാന്നിധ്യത്തിലാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ ഗയയിൽ പോയി നമ്മൾ ശ്രാദ്ധം ചെയ്താൽ, ഗയാശ്രാദ്ധാണ് നമ്മള് ഗരുഡ പുരാണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രാദ്ധമായിട്ട് പറയുന്നു. രാവിലെയും രാത്രിയും ശ്രാദ്ധം നടത്താൻ പറ്റിയ സ്ഥലമാണ് ഗയാശ്രാദ്ധം. പണ്ടൊക്കെ ആളുകൾ ഒരുപാട് മക്കളെ ഉണ്ടാക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ ഗയയിൽ എത്തുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. മക്കൾക്ക് നാരായണനാമങ്ങൾ പേര് കൊടുക്കുമല്ലോ, നാരായണനും മാധവനും. അതെന്തിനാ വെച്ചാൽ മക്കളെ അവസാന കാലത്ത് നാരായണ മാധവ എന്ന് വിളിച്ചാൽ അങ്ങനെ വിളിക്കുന്നോണ്ട് പുണ്യം കിട്ടും, നാരായണനാമം ജപിക്കുന്നോണ്ട് പുണ്യം കിട്ടും, വൈകുണ്ഠത്തിൽ എത്താമെന്ന. അതേപോലെ ഇങ്ങനെ 10 12 മക്കളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഗയയിൽ എത്തിപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഈ ഗയാശ്രാദ്ധമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശ്രാദ്ധമായിട്ട് വരുന്നത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഗോതമ്പ് പൊടി തന്നിട്ട് അത് വെള്ളം കൊണ്ട് കലക്കിയിട്ട് നമ്മൾ തന്നെ ഉരുള ഉണ്ടാക്കുക. 26 ഉരുള ഉണ്ടാക്കും. മാതൃവഴിക്കും പിതൃവഴിക്കും അങ്ങനെ ഓരോ തലമുറയ്ക്കായിട്ട് ശ്രാദ്ധ കൂട്ടിയിട്ടാ വരിക. അവസാനം അത് നമ്മൾ വിഷ്ണുപാദത്തിൽ കൊണ്ടേ ലയിപ്പിക്കുക. അക്ഷരാർത്ഥത്തിൽ വിഷ്ണുപാദത്തിൽ ലയിക്കുക. മോക്ഷം എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഷ്ണുപാദമാണ്. പാറയുടെ മേലെ പതിഞ്ഞിട്ടുള്ള ഒരു അസുരനെ സംഹരിക്കാൻ വേണ്ടി വിഷ്ണു ആ പാറയുടെ മേലെ കാലമർത്തി ചവിട്ടിയെന്നും ആ വിഷ്ണുവിന്റെ പാദം അവിടെ പതിഞ്ഞു എന്നോ. അപ്പൊ അവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാഗം പശുവിന് കൊടുക്കും, ഒരു ഭാഗം അവിടെ ഒരു ആലിന്റെ മരമുണ്ട്, ആൽച്ചോട്ടിൽ കൊണ്ടുവയ്ക്കും, ഒരു പാദം കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹത്തിന്റെ മുകളിൽ അങ്ങനെ സ്ഥാപിക്കും. അത്രയും പ്രാധാന്യം വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കുന്ന സങ്കല്പമാണത്. ഗയാശ്രാദ്ധത്തിന് തത്തുല്യമായിട്ടുള്ള പ്രാധാന്യം ഈ ത്രിവേണി സ്നാനഘട്ടത്തിന്. അതുകൊണ്ടാണ് പണ്ട് കേരളത്തിൽ ഇല്ലം വല്ലം നെല്ലി എന്ന് പറഞ്ഞത്. കർമ്മം ചെയ്യണമെങ്കിൽ തിരുനെല്ലി, തിരുവല്ലം, ഇല്ലം എന്ന് പറയുന്നത് തിരുനാവായ ആദ്യം ചെയ്യേണ്ട സ്ഥലം എന്നുള്ള അർത്ഥത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം തിരുനാവായിക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ത്രിമൂർത്തി സ്നാനഘട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് എല്ലാ നദികളും അവിടെ സമ്മേളിക്കുകയും കൂടി ചെയ്യുമ്പോൾ അതിന് അതിവിശിഷ്ടമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ 2016 മുതൽ തിരുനാവായ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു മാഘമഹോത്സവം തുടങ്ങിയത്. പിന്നീട് അത് തിരുനാവായയുടെ മറ്റേ കരയിലേക്കും കൂടി വ്യാപിച്ചു. ഇപ്പൊ 2 കരയിലും നടക്കുന്നുണ്ട്. നദീ ഉത്സവമാണല്ലോ, ഒരു കരയിൽ മാത്രമല്ലല്ലോ, 2 കരയിലും ഉണ്ടല്ലോ പ്രാധാന്യം. അപ്പൊ തിരുനാവായയിലും തവനൂരിലും ആയിട്ട് 2 സ്ഥലത്തായിട്ട്, തവനൂര് താപസന്നൂരിൽ ലോപിച്ചിട്ടാണ് തവനൂരായത്. താപസന്മാര് തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്നൊക്കെയാണ് അവിടുത്തെ സങ്കല്പം. അപ്പൊ അവിടെയും ഇവിടെയായിട്ട് നടക്കുന്നുണ്ട്. പിന്നീട് അത് കാലങ്ങൾ കൊണ്ട് അത് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രസിദ്ധി ആർജിക്കാൻ തുടങ്ങി. സന്യാസി സംഗമങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ശ്രീചക്ര പൂജ പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സന്യാസി സംഗമത്തിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തില് നമ്മുടെ ആനന്ദവനം ഭാരതി ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വർ ആയിട്ടുള്ള ഈ കുംഭമേളയിലെ സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ള മഹാമണ്ഡലേശ്വർ അവിടെ വരികയും അദ്ദേഹം അതിനെ ഈ രീതിയിൽ, എന്റെ കേരളത്തിന്റെ ഒരു കുംഭമേള തന്നെയാണ്, ഒട്ടും പുറകിലല്ല, ഒട്ടും കുറവല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കേരളത്തിലെ ഒരു വലിയ വിശ്വാസ സംഗമത്തിന്റെ അവസരമായിട്ട് എല്ലാവർക്കും വരാനും നദീസ്നാനം ചെയ്യാനും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്ന അതേ അനുഭവവും അതേ പുണ്യവും നേടാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. ആ രീതിയിൽ അതിന് പ്രസിദ്ധി ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശാനുസരണമാണ് അത് ഈ വർഷത്തിൽ കേരളത്തിന്റെ കുംഭമേള എന്ന അർത്ഥത്തിൽ പറയുന്നത്. കുംഭമേളയുടെ ഒരു പ്രാധാന്യം ഈ ഒരു സമയത്ത് ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം മുമ്പിലുള്ള വർഷമാണല്ലോ പ്രയാഗിലെ മഹാകുംഭം നടന്നിട്ടുള്ളത്. മഹാകുംഭത്തിൽ ധാരാളം ആളുകൾ കേരളത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരെയൊന്നും പോവാതെ, ഇത്രയും പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് വളരെ എന്താ പറയാ സുലഭമായിട്ട് പോകാവുന്ന ഒരു സ്ഥലത്ത് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ആചരണം നടക്കുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണം അർത്ഥത്തിലാണ് ഒരു പക്ഷെ ആ രീതിയിൽ അതിന് ഒരു പ്രചാരം. കേരളത്തിന്റെ കുംഭമേള അല്ലാണ്ട് കുംഭമേള എന്ന് പറയുന്ന ആ പൗരാണികമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ്.
ഇത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇത് 12 വർഷത്തിലൊരിക്കലല്ല ഇവിടെ നടക്കുന്നത്. അതെ. പണ്ട് മാഘമകം ഉത്സവം നടത്തിയിരുന്നത് 12 വർഷത്തിലൊരിക്കലായിരുന്നു അത്രേ. അങ്ങനെയാണ് 12 വർഷത്തിലൊരിക്കൽ ഈ രക്ഷാപുരുഷനെ അവരോധിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായത്. പക്ഷെ കേരളത്തിലെ കുംഭമേളയാകുന്ന മാഘമഹം അത് 2016 മുതൽ എല്ലാ വർഷത്തിലും നടത്തപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10ാമത്തെ വർഷമാണ് ഈ തവണ നടക്കുന്നത്. ഇത്തവണ വളരെ പ്രസിദ്ധമായിട്ടുണ്ട്, വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. ഞാൻ ആ നാട്ടുകാരനാണ്. ഞാൻ പൊന്നാനിയിൽ നിന്ന് വരുന്ന ആളാണ്. എന്തായാലും വളരെ സന്തോഷം ശങ്കുജി. അതായത് ഈ ഭാരതത്തിൽ എല്ലാവരും ഈ കുംഭമേള എന്ന് കേട്ടപ്പോ പല രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇതെവിടുന്നാണ് ഈ കുംഭമേള പെട്ടെന്ന് വരുന്നത്, കുംഭമേള ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളും സംസാരങ്ങളും എല്ലാം ഉണ്ടായി. ഇപ്പൊ താങ്കൾ പറഞ്ഞതനുസരിച്ചിട്ട് വളരെ അനിവാര്യമാണ്. ആ ഒരു പേരിട്ടത് കാരണമായതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ ഒരു പുണ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മോക്ഷം കിട്ടാൻ വീണ്ടും എല്ലാവർക്കും എത്താൻ പറ്റുക എന്ന് പറഞ്ഞ മഹാഭാഗ്യം തന്നെയാണ്. ഈ മാമാങ്കത്തിന്റെ പ്രയോറിറ്റിയും പ്രാധാന്യവും എല്ലാവർക്കും അറിയാമെങ്കിലും പക്ഷെ ഇപ്പൊ ഇത് തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ കുംഭമേള മുതൽ ആ പേരാണ് ഇട്ടെങ്കിലും തന്നെയും ഈ പ്രാവശ്യം മുതൽ എല്ലാ വർഷവും ഇനി അവിടുത്തെ ആൾക്കാരുടെ എണ്ണം ശരിക്കും കൂടും. പിന്നെ ഈ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഈ അഘോട പറയുന്ന, അതെ, അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്വാമിയും കൂടെയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വളരെ വലിയൊരു സംഭവമായി മാറട്ടെ. ധാരാളം സന്യാസിമാർ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സന്യാസി സംഗമം, അതിൽ പ്രസിദ്ധമായിട്ടുള്ള എല്ലാ മഠങ്ങളും, ചിദാനന്ദപുരി സ്വാമിയുടെ അദ്വൈതാശ്രമമാവട്ടെ, അമൃതാനന്ദമയി ദേവിയുടെ അമൃത മഠമാവട്ടെ, അതേപോലെ തന്നെ കേരളത്തിലെ ധാരാളം മഠങ്ങളിൽ നിന്നുള്ള സന്യാസി പ്രമുഖന്മാർ പങ്കെടുക്കുന്ന സന്യാസ സംഘം. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തുനിന്നും സന്യാസിമാർ വരുന്നത്. അതേപോലെ തന്നെ സന്യാസിമാരുടെ മാത്രമല്ല, ഇത് ഗൃഹസ്ഥന്മാരുടെ ഉത്സവമാണ്. സന്യാസിമാർക്ക് മാത്രം സ്നാനം ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല. കുംഭമേളയിൽ പോയാലും നമുക്കറിയാലോ, സന്യാസിമാർക്ക് ഒരു സമയമുണ്ട്, ഗൃഹസ്ഥന്മാർക്ക് ഒരു സമയമുണ്ട്. ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും അതിനനുസരിച്ചുള്ള രാജകാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്കുണ്ട്, ക്ഷത്രിയന്മാർക്കുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളുണ്ടല്ലോ. അപ്പൊ ഗൃഹസ്ഥന്മാർക്കും പങ്കെടുക്കാവുന്ന ഒരു ഉത്സവം എന്നുള്ള രീതിയിലാണ് അതിന്റെ ഭാഗമായിട്ട് അവിടെ സാംസ്കാരിക സമ്മേളനങ്ങൾ, അതേപോലെ തന്നെ ഭജനകൾ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ, ആളുകൾക്ക് ധർമ്മോപദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മ പ്രചാര വേദികൾ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ, അതായത് ഏതാണ്ട് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ്, വലിയ ഉത്സവമായിട്ടാണ് അത് നടക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം അവിടെ വരുന്ന ആളുകൾക്കെല്ലാം അവിടെ ധാരാളം കാര്യങ്ങളിൽ പങ്കെടുക്കാനും ധാരാളം അറിവുകൾ നേടാനും ധാരാളം അനുഭവങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അപ്പൊ കുംഭമേള എന്നുള്ള പേര് അത് സാങ്കേതികമായി ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഒരു പണ്ഡിതരുടെ തർക്കത്തിന്റെ വിഷയമാണ്. പക്ഷെ അങ്ങനെ ഒരു പേര് കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രസിദ്ധി ഉണ്ടായത്. 10 വർഷമായി നടക്കുന്ന ഒരു കാര്യമായിട്ടും ഇത്രയും പ്രാധാന്യമുണ്ട്. ഇപ്പൊ കുംഭമേളയുടെ പ്രാധാന്യം 12 വർഷത്തിലൊരിക്കലും ഒരു വ്യാഴവട്ടം വരുന്ന സമയത്ത് ഈ നദിയിൽ വീണ്ടും അമൃതപ്ലവം ഉണ്ടാവുന്നതാണ്. ഗരുഡന്റെ കയ്യിൽ നിന്ന് വീണ ഒരു തുള്ളി ആ വലിയ നദിയിൽ ലയിച്ചു ചേർന്നിട്ടും ഓരോ 12 വർഷത്തിലൊരിക്കലും, അതായത് പ്ലാനറ്ററി പൊസിഷൻസ് വരുന്ന സമയത്ത് അതേ അമൃതത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ സമയത്തും ത്രിമൂർത്തി സംഗമസ്ഥാനാണെന്നുള്ള രീതിയിൽ ഒരു വലിയ വിശേഷമായിട്ടുള്ള പ്രാധാന്യമുള്ള സ്ഥലമാണത്. ഏത് ദിവസം വന്നിട്ട് ഭാരതപ്പുഴയെ കുളിച്ചാലും അതിനൊരു പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ മാഘമകം എന്ന് പറയുന്നത്, അത് നദീ ഉത്സവത്തിന്റെ സമയമാണ്. പണ്ട് തൊട്ട് തന്നെ ഭാരതപ്പുഴയിൽ 7 നദികളും സമ്മേളിക്കുന്ന ഒരു സമയമായി കണക്കാക്കിയിട്ട് ആ സമയത്ത് ഭാരതപ്പുഴയെ പൂജിച്ചിരുന്ന ഒരു സമയമാണ്. അപ്പൊ 2 നിലയിലും വിശിഷ്ടമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു സമയമാണ്. അപ്പൊ പേരിന്റെ സാങ്കേതികത്വത്തിന് ഉപരിയായിട്ടുള്ള പ്രാധാന്യം അതിനുണ്ട്. അതൊരു പക്ഷെ നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നതിൽ ആ കാര്യം വിജയിച്ചിട്ടുണ്ട്. 100% വിജയിച്ചിട്ടുണ്ട്. ഇന്ന് അനൗൺസ്മെന്റ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴും തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഫെമിലിയർ ആണ്. അത് എന്താണെന്നാ ചോദിക്കുന്നത്. ആ പറയുന്ന താങ്കൾ പറഞ്ഞതുപോലെ ആ പേരിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. ഇത് എല്ലാ വർഷവും തിരുനാവായിൽ ഈ പറയുന്ന ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ എല്ലാവർക്കും വരാൻ ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി.